കണ്ണേറുമായി ബന്ധപ്പെട്ടിട്ട് മുമ്പ് നാം വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ചെറിയ മക്കളുണ്ടല്ലോ, ബ്രസ്റ്റ് ഫീഡിംഗ് ഒക്കെ നടത്തുന്ന ചെറിയ മക്കള്, അവരുൾപ്പെടെ വലിയവർക്കുൾപ്പെടെ ആർക്കും, ചെറിയ മക്കളൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. എന്തിനാണ് കരയുന്നത് നമുക്ക് മനസ്സിലാവില്ല. രാത്രിയൊക്കെ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് പേടിച്ചിട്ട് ഉറക്ക അട്ടഹസിച്ച് കരയൊക്കെ ചെയ്യും ചിലപ്പോൾ. അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ വിരുന്നിനൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ കുട്ടികൾ അവിടുന്ന് എന്തെങ്കിലും അയിനോ മറ്റൊക്കെ സംഭവിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും, നിർത്താതെ ഒരു കാരണമില്ലാതെ. ഒരു അബ്നോർമാലിറ്റി ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യും അത്തരം ചില പെരുമാറ്റങ്ങളിൽ നിന്നൊക്കെ. അത് നമ്മുടെ മക്കൾക്കാണെങ്കിലും ചിലപ്പോൾ വല്ലാതെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ മക്കളൊക്കെ ഉണ്ടാവും. അങ്ങനെ എല്ലാവർക്കും എപ്പോഴും നമുക്ക് മന്ത്രിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് വലിയവർക്കും കുട്ടികൾക്കും ആർക്കും ഇത് മന്ത്രിച്ചു കൊടുക്കാം. നമ്മൾ എന്തെങ്കിലും അയിന് സംഭവിച്ചാലുള്ള അടയാളങ്ങളൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അയിന് സംഭവിച്ച ആളുകൾക്ക് വളരെ പെട്ടെന്ന് ചെറിയ രൂപത്തിൽ ഓരോരുത്തർക്കും വീട്ടിൽ നിന്ന് മന്ത്രിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സൂറത്താണ് ഈ സൂറത്ത്. ഇത് മഹാന്മാരൊക്കെ അവര് ചെയ്ത് ഫലം ലഭിച്ചു എന്ന് പറഞ്ഞ സൂറത്തിൽപ്പെട്ട ഒരു സൂറത്താണ്. കിതാബുകളിൽ കാണാം, മൻ ഖറഅ സൂറത്തുൽ ഹംസ, മൻ ഖറഅ സൂറത്തുൽ ഹുമസ അലാ മൻ അസാബത്തുഹുൽ ഐൻ ശുഫിയ ബിഇദ്നില്ലാഹി തആല. ആരെങ്കിലും സൂറത്തുൽ ഹുമസ, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, ആ സൂറത്തുൽ ഹുമസ ആരെങ്കിലും ഓതിയിട്ട് അത് മന്ത്രിച്ചു കൊടുത്താൽ ശുഫിയ ബിഇദ്നില്ലാഹി തആല, അല്ലാഹുവിന്റെ ഇതിനെ കൊണ്ട് അത് ശിഫയാകും എന്നുള്ളതാണ്. അപ്പോ വളരെ ആത്മാർത്ഥമായി സൂറത്തുൽ ഹുമസ നിങ്ങൾ നമ്മുടെ മക്കൾക്കോ ആർക്കും ഇത് മന്ത്രിച്ചു കൊടുക്കുക. എങ്ങനെ മന്ത്രിച്ചു കൊടുക്കേണ്ട രൂപം എങ്ങനെ? ഒന്നുമില്ല, കൂടുതൽ പ്രയാസപ്പെടാനൊന്നുമില്ല. അത് നേരെ ഉളോടുകൂടെയാണ് എപ്പോഴും ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങാൻ ഏറ്റവും നല്ലത്. നമ്മുടെ അടുക്കലൊക്കെ പലരും കാണാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ അവരോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ മന്ത്രിക്കുന്ന സമയത്ത് ഉളോടുകൂടെയാണ് മന്ത്രിക്കേണ്ടത്, ശുദ്ധിയോടുകൂടെയാണ് മന്ത്രിക്കേണ്ടത്. ഖിബിലയിലേക്ക് മുന്നിട്ടിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം അതുപോലെ ഖിബിലയിലേക്ക് മുന്നിട്ടിരിക്കണം. നല്ല ശുഭാപ്തിയോടുകൂടെ നല്ല പ്രതീക്ഷയോടുകൂടെയാണ് നിങ്ങൾ മന്ത്രിക്കേണ്ടത്. മന്ത്രിക്കുമ്പോൾ ഓതുമ്പോൾ സാവധാനത്തിൽ ഓതണം, സ്പീഡ് ഓതരുത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഏത് മന്ത്രിക്കാണെങ്കിലും അങ്ങനെ തന്നെ സാവധാനത്തിൽ ഓതണം. നല്ല ഇഖ്ലാസുള്ള ഒരാളായിരിക്കണം. അതേപോലെ തന്നെ നിസ്കാരങ്ങൾ ഒഴിവാക്കാത്ത 5 വഖ്ത് നിസ്കരിക്കുന്ന, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ആ അമലിൽ നല്ല ഫലം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പലരും വിളിച്ച് പറയാറുണ്ട്, ഉസ്താദെ നമ്മൾ മന്ത്രിച്ചിട്ടൊന്നൊരു ഫലം കാണുന്നില്ല, ഐനിനെ മന്ത്രിക്കാൻ തന്നു, സിഹ്ർ ബാത്തിലാക്കാൻ വേണ്ടി പലതും തന്നു, അതിലൊന്നൊരു ഫലം കാണുന്നില്ല. നമ്മൾ ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യണം, എന്നാലും തന്നെ അതിൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാകുക. അപ്പൊ നമ്മൾ 5 വഖ്ത് നിസ്കാരം നിലനിർത്തണം. അറ്റ്ലീസ്റ്റ് 5 വഖ്ത് ഫർദ് നിസ്കാരമെങ്കിലും നിലനിർത്തണം. കഴിയുന്നവർ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിക്കണം. ജീവിതത്തിൽ കളവ് പറയരുത്, ഹറാമ് കാണരുത്, ഹറാമ് കേൾക്കരുത്. ഈ നാക്ക് കൊണ്ട് പലരുടെയും പരദൂഷണം പറഞ്ഞ, പലരുടെയും കുറ്റങ്ങൾ പറഞ്ഞ, പലരുടെയും ഗീബത്തുകൾ പറഞ്ഞ, കേട്ടാൽ അറക്കുന്ന പച്ചത്തെറികൾ പറഞ്ഞ ഈ നാക്കുകൊണ്ട് എന്തെങ്കിലും മന്ത്രിച്ചാല് അതെങ്ങനെങ്കിലും ഫലിക്കോ? ഇല്ല. അതുകൊണ്ട് തന്നെ ആ സംശുദ്ധമായി നല്ല ജീവിതം നയിച്ച് ആ ജീവിതത്തിലൂടെ ആർജിച്ചെടുത്ത ആത്മീയത, ആ ആത്മീയതയിൽ നിന്നുകൂടിയായിരിക്കണം നമ്മുടെ ഓരോ മന്ത്രങ്ങളും ഉണ്ടാവേണ്ടത്. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും, എന്നെ കൊണ്ടത് കഴിയോ എന്ന് നിരാശരായിരിക്കേണ്ട കാര്യമൊന്നുമില്ല. മനുഷ്യൻ ഏത് നിമിഷവും മാറാൻ സാധിക്കും. മനുഷ്യനെ റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് തന്നെ അവനെ പാപങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസിയോട് കൂടെയാണ്. മലക്കുകൾ എന്ന് പറഞ്ഞാൽ അവർ പാപസുരക്ഷിതരാണ്. അമ്പിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ പാപസുരക്ഷിതരാണ്. മനുഷ്യർ പാപസുരക്ഷിതരല്ല. മനുഷ്യർ തെറ്റുകൾ ചെയ്യാനുള്ള പ്രവണത മനുഷ്യർക്കുണ്ട്. ആ ഒരു തെറ്റുകൾ ചെയ്യാനുള്ള ആ ഒരു പ്രവണതയോടുകൂടെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് മനുഷ്യരിലേക്ക് അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞില്ലേ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ആരാണ് നിങ്ങളിൽ ഏറ്റവും കൂടുതൽ നന്നായി അമൽ ചെയ്യുന്നത് എന്ന് റബ്ബിനെ പരീക്ഷിച്ചു മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവൻ നമ്മെ ഈ ഭൂമിയിലേക്ക് പടച്ച് പറഞ്ഞയച്ചത് എന്ന് സൂറത്തുൽ മുൽക്കിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. ആ ആയത്തിന്റെ അർത്ഥം എന്താ? അല്ലാഹു ഈ ഭൂമിയിലേക്ക് നമ്മെ സൃഷ്ടിച്ച് പറഞ്ഞയച്ചത്
ആരാണ് ഏറ്റവും കൂടുതൽ നല്ല ഇബാദത്ത് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അയ്യുക്കും അഹ്സനു അമല, ആരാണ് ബെസ്റ്റ് പെർഫോമർ എന്ന് റബ്ബിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായി നിസ്കരിക്കുന്നത് ആരാണ്, നന്നായി അനുസരിക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കാനാ. അതിൻ്റെ ഒരു മറുവശമുണ്ട്. നന്നായി നിസ്കരിക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കുമ്പോൾ, നന്നായി നിസ്കരിക്കാതെ ഒരു വഖത്ത് നിസ്കരിക്കാതെ ഹറാമിലായിട്ട് ജീവിതം നയിക്കുന്നവരെ അവരെയും റബ്ബിന് മനസ്സിലാക്കണം. ആ മനസ്സിലാക്കലും കൂടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതം അങ്ങനെയാണ്. തെറ്റുകൾ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസിയോടുകൂടെയാണ് നമ്മെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ശിഷ്ടകാലം ഞാനൊക്കെ ഈ വീഡിയോ ഇങ്ങനെ പറയുന്നതിലും ഇങ്ങനെ ഓരോ അമലുകൾ പറയുന്നതിലൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇത് തന്നെയാണ്. ഇതിങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നിരന്തരം 5 വഖ്ത് നിസ്കരിക്കണം, കളവ് പറയരുത്, ഹറാമ് കേൾക്കരുത്, കാണരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏത് പരുഷമായ കട്ടിയുള്ള മാർദ്ദവം തീരെയില്ലാത്ത മൃദുലതയില്ലാത്ത ആ ഹാർഡായിട്ടുള്ള ഒരു കരിങ്കല്ല്, ശക്തമായ കരിങ്കല്ല്, നല്ല വെയിറ്റുള്ള കരിങ്കല്ല്, ആ കരിങ്കല്ലിലേക്ക് എല്ലാ ദിവസവും സ്ഥിരമായിട്ട് മഴത്തുള്ളി അതിങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കുമ്പോ ഒരു ചെറിയ മാറ്റം ആ കരിങ്കല്ലിന് വരൂലേ? നിങ്ങൾ പാറക്കല്ലുകള് ഈ സമയം വെള്ളക്കെട്ടുകളിലുള്ള അല്ലെങ്കിൽ അരുവികളിലുള്ള പുഴകളിലുള്ള പാറക്കല്ലുകളിലൊന്ന് സ്പർശിച്ചു നോക്കുവിൻ. ഒരു മൃദുലത അതിന് കാണാൻ പറ്റും. നല്ല മിനുസമായിരിക്കും, അങ്ങേറ്റം സോഫ്റ്റ് ആയിട്ടുണ്ടാവും അത്. എന്തുകൊണ്ട്? ആ വെള്ളം നിരന്തരം ഒലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു സോഫ്റ്റ്നെസ് വന്നിരിക്കുകയാണ്. അതേപോലെ ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഹൃദയം എവിടെയൊക്കെയോ ഉണ്ട്. ആ ഹൃദയങ്ങളിലേക്ക് ഇത് കേൾക്കുമ്പോൾ ആ ഹൃദയം ഒരു പക്ഷേ അത് നല്ല സോഫ്റ്റ് ആയിട്ട് അവരുടെ ജീവിതം മാറ്റിമറിക്കാൻ, അവരുടെ ജീവിതത്തിൽ നിന്നൊരു മനപരിവർത്തനം, ഒരു മനസാന്തരം ഉണ്ടായി അവർ റബ്ബിലേക്ക് അടുക്കാൻ കാരണമായാൽ, ഞാൻ ഈ സമയം ചെലവഴിച്ചതും നിങ്ങൾ ഈ കേട്ടതൊക്കെ അത് നല്ല ഒരു നന്മയുടെ പ്രവർത്തനമായിട്ട് റബ്ബിന്റെ അടുക്കൽ കബൂലാകുമല്ലോ. അള്ളാഹു നമ്മയൊക്കെ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഐനുള്ള ആളുകൾക്ക്, ഐനാണെന്ന് തോന്നുന്ന അത് കുട്ടികൾക്ക് വെറുതെ കിടന്ന് ഇങ്ങനെ കരയാണ്, പെട്ടെന്നൊരു രോഗം, നമ്മുടെ വയറുവേദന വരികയാണ് നമ്മുടെ മക്കൾക്ക്, അല്ലെങ്കിൽ ആർക്ക് വരികയാണെങ്കിലും മുതിർന്നവർക്കൊക്കെ വരികയാണെങ്കിൽ നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് സൂറത്തുൽ ഹുമസ. വൈലുൽ ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ വമാ അദ്റാക മൽ ഹുതമ നാറുല്ലാഹിൽ മൂഖദത്തുൽ ലതീ തത്വലിഉ അലൽ അഫ്ഇദ ഇന്നഹാ അലൈഹിം മുഅ്സദ ഫീ അമദിൻ മുമദ്ദദ. ഈ സൂറത്ത് അത് ഓതിയിട്ട് ആ വെള്ളത്തിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതിയിട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ഓതിയിട്ട് മന്ത്രിക്കാവുന്നതാണ്. അപ്പൊ ഇത് ഓതിയിട്ട് എന്ത് ചെയ്യാ? അവരുടെ മൂർദാവില് ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊതിയിട്ട് കൊടുക്കാവുന്നതാണ്. അതൊക്കെ പെട്ടെന്ന് ഷിഫയാകാൻ കാരണമാകും. മുജറബാത്തിന്റെ കിതാബുകളിലൊക്കെ ഈ വിഷയം പ്രതിപാദിച്ചതായിട്ട് കാണാം.